നമസ്കാരം. നമസ്കാരം. ഹരി, ഈ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം സംസ്ഥാനത്തിന് ഒട്ടനവധി കോട്ടങ്ങളും നഷ്ടങ്ങളുമൊക്കെയാണ് വരുത്തി വച്ചിരിക്കുന്നത്, ഇല്ലേ? അതെ. വലിയ രീതിയിലുള്ള ഒരു കടബാധ്യത ഉണ്ടാക്കി വച്ചിട്ടാണ് പോകുന്നത്. എന്തായാലും UDF സർക്കാർ വലിയ ആഹ്ലാദത്തോടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ ഖജനാവ് ഏകദേശം കാലിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഇതിന് പുറമെയാണ് മറ്റ് ചില സംഭവങ്ങൾ കൂടി ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ AI ക്യാമറ വഴി സാധാരണക്കാരൻ്റെ നട്ടലൊടിക്കാനും ട്രാഫിക് നിയമം കൂടുതൽ സ്ട്രിക്റ്റ് ആക്കാനും ഒക്കെ ശ്രമിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത്. കാര്യം ഇപ്പോൾ AI ക്യാമറകൾ സ്ഥാപിച്ചതിൽ പകുതി മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വലിയ രീതിയിൽ വലിയ കൊട്ടിഘോഷിക്കലും ട്രാഫിക് സംവിധാനത്തിൽ വലിയ സ്ട്രിക്ട്നെസ്സും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത അനുസരിച്ച് അദ്ദേഹം ഇന്നലെ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തെത്തി. അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് ഔദ്യോഗിക വാഹനത്തിലല്ല പോയത്, പാർട്ടി സെക്രട്ടറിയുടെ വാഹനത്തിലാണ് പോയത്. പക്ഷേ ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ 16-ലധികം പിഴകൾ ആ വണ്ടിക്ക് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുമ്പോൾ ഇപ്പോൾ ഒന്നാമതേ തകർന്ന് തരിപ്പണമായി ഇരിക്കുകയാണ്. ഈ കുനിന്മേൽ കുരു എന്ന് പറയും, ഇടിവെട്ടിയവൻ്റെ പുറത്ത് എന്തോ പാമ്പ് കടിച്ചെന്നോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം കൂടി പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ, ഹരി? അല്ല, ഈ സനോജി പറഞ്ഞ പോലെ പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് വിമാനത്താവളം അവിടുന്ന് ക്ലിഫ് ഹൗസിലേക്ക് സഞ്ചരിച്ച ഈ വാഹനത്തിൽ ഏകദേശം 16ഓളം പിഴ. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന വിലാപയാത്ര. അതെ 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 അങ്ങനെ പറയേണ്ടി വരും. അതെ, അവസാന യാത്ര, അന്ത്യയാത്ര നടത്തിയ ഈ വാഹനം. അന്ത്യയാത്ര എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അല്ല കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അന്ത്യം അദ്ദേഹം വിലപിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം വന്നത്. അതുകൊണ്ടാണ് അതിനെ വിലാപയാത്ര എന്ന് പറഞ്ഞത്, തെറ്റിദ്ധരിക്കേണ്ട. അതെ. അപ്പോൾ ആ യാത്രയിൽ അദ്ദേഹം ഉപയോഗിച്ച വാഹനത്തിന് ഏകദേശം 13,780 രൂപയുടെ ഫൈനാണ് ഉള്ളത്. ആ ഫൈനൊന്നും തന്നെ അടച്ചിട്ടില്ല. പല നിയമലംഘനങ്ങളുമായിട്ടാണ്, സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനും അങ്ങനെ ഓവർ സ്പീഡിനും അങ്ങനെ പല പല കാര്യങ്ങളും. അല്ല, അവിടെയാണ് ഹരി ഒരു ചോദ്യം പ്രസക്തമാകുന്നത്. കാര്യം ഇതിപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇത് പാർട്ടി സെക്രട്ടറിയുടെ വണ്ടിയാണെന്ന്, പാർട്ടി സെക്രട്ടറി ഉപയോഗിച്ച വണ്ടിയാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് സ്വന്തം പാർട്ടി അധികാരത്തിലിരിക്കുന്ന സമയം ഈ നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല എന്നുണ്ടോ? അല്ല, പാർട്ടി സെക്രട്ടറിക്ക് അവർ എക്സെപ്ഷൻ കൊടുക്കുമല്ല. കാരണം എല്ലാ രാജ്യങ്ങളിലെയും പാർട്ടി സെക്രട്ടറിമാർക്ക് ഇങ്ങനെ നിയമം ലംഘിക്കാനുള്ള ഒരു എക്സെപ്ഷൻ അവർ കൊടുക്കാറുണ്ട്. നിയമം ലംഘിക്കാൻ, ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് പാർട്ടി സെക്രട്ടറിമാർ തയ്യാറാവാറുണ്ട്. നിരവധിയായിട്ടുള്ള മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്ത ഒരുപാട് പാർട്ടി സെക്രട്ടറിമാരും പാർട്ടി നേതാക്കന്മാരും. അതെ അതെ, സാധാരണ ഇതിൽ അവർ 8-10 ലക്ഷം ആൾക്കാരെയൊക്കെയാണ് കൊല്ലുന്നത്. അത്രയും റൈറ്റ് വരെ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യക്കകത്തൊരു സംസ്ഥാനം ആയതുകൊണ്ടാണ് അവർ കുറച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചില നിയമലംഘനങ്ങളും ചില പ്രശ്നങ്ങളും ആൾക്കാരെ ദ്രോഹിക്കുന്നതിൽ മാത്രമായിട്ട് ഒതുക്കി നിർത്തുന്നത് ഇവിടെ മാത്രമാണ്. അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു. പക്ഷേ ഒന്നും നടക്കാതെ പോയി. ഹരി, എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മ വരുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി VV രാജേഷ് വന്ന സമയത്ത് പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തിയപ്പോൾ ഇവിടെ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളുടെ പേരിൽ വലിയ കോലാഹലം ഉയർന്നിരുന്നു. അന്ന് പത്രമാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള വാർത്തയാണ് നൽകിയത്. കാര്യം ഈ ഫ്ലക്സ് ബോർഡുകൾക്കെതിരെ പിഴ ചുമത്തണം. അപ്പോൾ കോർപ്പറേഷൻ തയ്യാറാകുമോ BJPയുടെ പരിപാടിയിൽ, ഇത്തരത്തിലുള്ള പരിപാടിയിൽ പിഴ ചുമത്താൻ തുടങ്ങിയ തലവാചകങ്ങളോടുകൂടി ആവശ്യമില്ലാത്ത ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയിരുന്നു. പക്ഷെ അതേ മാധ്യമങ്ങൾ ഇപ്പോൾ എന്താണ് ഈ ഒരു കാര്യത്തിൽ, ഇതും സമാനമായി തന്നെ ഒരു സംഭവമാണ്. അപ്പോൾ എന്താണ് സമാനമെന്നല്ല, ഇത് ഗുരുതരമായ ഒരു സംഭവമാണ്. കാരണം മറ്റേത് ഈ BJP പ്രവർത്തകർ നേരിട്ട് സ്ഥാപിച്ച ബോർഡുകളല്ല ചില ബോർഡുകളൊക്കെ. അപ്പോൾ ഈ നേരിട്ട് ഈ നിയമങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ സ്ഥാപിച്ച ബോർഡുകൾ. ഇതിനെക്കുറിച്ച് ഈ ബോർഡിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അപ്പോൾ ജില്ലാ നേതൃത്വം ഇടപെടുകയും ഈ ബോർഡുകളെ മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. പാർട്ടി സെക്രട്ടറി സഞ്ചരിച്ച വാഹനം പിഴയൊടുക്കാൻ വേണ്ടിയിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശം വരുന്നു. ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. അതേ വാഹനത്തിൽ തന്നെ മുഖ്യമന്ത്രിക്ക് പലതവണയായിട്ട് സഞ്ചരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പുതിയ പാർട്ടി സെക്രട്ടറിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി അവർ ഒരു മാനദണ്ഡമായി വെക്കേണ്ടതുണ്ട്. പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ശ്രദ്ധയ്ക്ക് സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പാടുള്ളതല്ല, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വേണം യാത്ര ചെയ്യാൻ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഓവർ സ്പീഡിൽ യാത്ര ചെയ്യാൻ തൽപര കക്ഷിയായിരിക്കണം പുള്ളി. റോഡ് നിയമങ്ങളൊന്നും പാലിക്കാതെ ആകണം യാത്ര, തുടങ്ങിയ നിയമങ്ങൾ കൊണ്ടുവന്നാൽ. പാലക്കാടിന്റെ ജില്ലാ സെക്രട്ടറി സമാനമായ രീതിയിൽ ഒരു പ്രസംഗമൊക്കെ നടത്തിയിരുന്നു പോലീസിനെതിരെ. അതായത് ഞങ്ങൾ പാർട്ടിയിലെ കേഡർമാർ ചില കല്ലും
നെല്ലും ഒക്കെ പാർട്ടിയുടെ ഓഫീസിനകത്ത് നിന്ന് എറിയും. പക്ഷെ നിങ്ങൾ നമ്മളെ തല്ലരുത്, അങ്ങനെ തല്ലിയാൽ നമ്മൾ നേരിടും. ഇത് ഭീഷണിയൊന്നുമല്ല കേട്ടോ, ഇതൊരു ഉപദേശം മാത്രമാണ്, ഒരു അറിയിപ്പ് കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ ക്രമസമാധാനം തകർക്കും എന്ന് തന്നെ ഭീഷണിപ്പെടുത്തുക. അതായത് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമാണ്, ഞങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ല എന്നുള്ള. അത് പറഞ്ഞപ്പോൾ ഹരി അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ അല്പം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടേ ഉള്ളൂ. മെയ് 10 വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ മനുഷ്യച്ചങ്ങല എന്നൊരു കലാരൂപം, വർഷങ്ങൾക്ക് ഒരു 10 വർഷം മുമ്പ് സംസ്ഥാനത്ത് അന്യാധീനപ്പെട്ടു പോയ ഒരു കലാരൂപമാണിത്. അതിപ്പോൾ വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കുറേ അന്യാധീനപ്പെട്ടു പോയ കലാരൂപങ്ങളുടെ തിരിച്ചുവരവിൻ്റെ സമയം കൂടിയാണ് ഈ LDF പ്രതിപക്ഷത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ DYFIയുടെ സമര പരമ്പരകൾ തന്നെ അരങ്ങേറാം. എന്നാണോ UDF അധികാരത്തിലേറുന്നത് അതിൻ്റെ അടുത്ത നാൾ മുതൽ തന്നെ പലവിധമായ കാരണങ്ങൾ കൊണ്ട്, പലവിധമായ കാരണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിയമസഭയുടെ മുന്നിലും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലുമൊക്കെ നിരന്തരം DYFI പ്രവർത്തകർ മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ഗവൺമെൻറ് നിയമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെ കല്ല് എടുക്കുന്നത് കാണാം. അതെ, അല്ല, ഈ ചങ്ങല അവർ കൊണ്ടുവരുന്നത് എന്തായാലും വളരെ നല്ല ഒരു കാര്യമാണ്. കാരണം ഈ അപ്രതീക്ഷിതമായ ആഘാതത്തിൽ പലർക്കും മനോനില തെറ്റിയിട്ടുണ്ടെന്നാണ് കേട്ടത്. അതുകൊണ്ട് ആ ചങ്ങലകൾ എന്തായാലും ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള തരത്തിലാണ്, വേണ്ടി വന്നേക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ നമുക്ക് ചില റിപ്പോർട്ടുകളുണ്ട്. അതൊരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഇനി പ്രക്ഷോഭത്തിൻ്റെ നാട്, അതായത് ഭരണസ്തംഭനമാണ് അവരുടെ ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് അവർ തന്നെ വരുത്തി വെച്ച ചില വിനകൾക്കെതിരെ കേരളം കടത്തിലാണെന്നും പറഞ്ഞു. അതാണ് ഈ വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെയാണ് മനുഷ്യച്ചങ്ങല. ആരാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അതെ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുന്ന പാർട്ടിയാണ്, ഒരു ടൈമായിട്ടല്ല. എങ്കിൽ പറയാം അതിനു മുമ്പുണ്ടായിരുന്നു, ഇത് അതിനു മുമ്പും അവർ തന്നെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായി തുടർഭരണം കൈയാളി വന്ന ഒരു പാർട്ടി കൈക്കൊണ്ട സമീപനങ്ങളിൽ ഇനി അവർ തന്നെ നടത്തുന്ന സമരപരമ്പരകളാണ് നമ്മൾ കാണാനിരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഒരു ന്യായമൊന്നും വേണ്ട, അവർ തന്നെ ഒരു ന്യായം കണ്ടെത്തിക്കൊള്ളു. പക്ഷെ നമുക്ക് സാധാരണക്കാരനെ ദഹിക്കില്ലെന്നേ ഉള്ളൂ. കാരണം പ്രതിപക്ഷം ഒരു ജാഗ്രത കുറവ് കാണിച്ചു, ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഒന്ന് സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ, ഇന്നിപ്പോൾ ചില പാർട്ടി അണികളൊക്കെ പറഞ്ഞിരുന്നു പിണറായി വിജയനെ ഒന്ന് തിരുത്തിയിരുന്നെങ്കിൽ അദ്ദേഹം നന്നായി പോയി. ഇനിയിപ്പോൾ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ മുമ്പത്തെക്കാൾ അധികം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സമയം ഇവർക്കുണ്ട്. കാര്യം കുറേ ആളുകൾക്ക് പണിയില്ലാതായല്ലോ. അപ്പോൾ ഇനി അവരുടെ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരുടെ പ്രധാന പണി AKG സെൻറ്ററിൻ്റെ അകത്തളങ്ങളിലും മറ്റ് ഈ പറയുന്ന പാർട്ടി കൊത്തളങ്ങളിലും ഒക്കെ ഇരുന്ന് ഇത്തരത്തിലുള്ള ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ബോട്ടിലും ഒക്കെ ചെയ്ത് വിപണിയിലേക്ക് ഇറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുണ്ടാകുന്ന ഓരോ സംഭവ വികാസത്തിനും പല രീതിയിലുള്ള, പല ഫ്ലേവറുകളിലുള്ള ഇത്തരത്തിലുള്ള ന്യായീകരണ ക്യാപ്സ്യൂളുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ആ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ ഉടൻ തന്നെ കേരളത്തിൽ നിന്ന് നാടുവിടും, ദുബായിക്ക് പോകുമെന്നൊക്കെയാണ് കേട്ടത്. ഇനി അദ്ദേഹം അവിടെ ഇരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇവിടെ ആണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാനും സാധ്യതയുണ്ട്, പല പല പരിപാടികൾ ഒപ്പിച്ചു. അല്ലെങ്കിൽ ഹരി, ദുബായിയാണ് എന്തുകൊണ്ടും പലതിനും നല്ലത്. കാര്യം ഈ സ്വർണ്ണ വ്യാപാരമൊക്കെ പൊടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എക്സാലോജിക്ക് പോലുള്ള സൈഡ് ബിസിനസ്സുകളൊക്കെ തഴച്ച് വളരണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ഒരു മാർക്കറ്റ് ദുബായ് തന്നെയാണ്. പക്ഷേ ഈ ട്രംപും മറ്റേ ഇറാനും കൂടെ ഒരു സമവായം ആകുന്നത് വരെ ദുബായ് ഇപ്പോൾ വലിയ സേഫ് ഒന്നുമല്ല. പശുക്കളെയും കൂടെ കൊണ്ടുപോകാമായിരിക്കും അല്ലേ ഇവിടെ അനാഥമാക്കി വിടുന്ന? എനിക്കറിയില്ല. കാര്യം ഈ ക്ലിഫ് ഹൗസിൻ്റെ സമസ്ത ഐശ്വര്യങ്ങൾക്ക് നിദാനമായത് ഈ പശുക്കളാണെങ്കിൽ, അതിന് കാരണഭൂതനായിട്ടുള്ളത് പശുക്കളാണെങ്കിൽ, പശുക്കളെയും കൂടെ ഇദ്ദേഹം പോകുന്ന വിമാനത്തിൽ ഇവിടെ എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും പിണറായി അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഇനി രക്ഷയുള്ളൂ. എന്തായാലും ഈ രീതിയിലാണ്, അതായത് പിഴയൊടുക്കുന്നില്ല, നിയമലംഘനങ്ങൾ, അഴിമതി, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായി ഇങ്ങനെ പുറത്തു വന്നു. ഇതിപ്പോൾ ഒരു ചെറിയ കാര്യമാണ് പുറത്തു വന്നത്, ഇനി ഓരോരോ കാര്യങ്ങളായി പുറത്തു വരേണ്ടിയിരിക്കുന്നു. കൊലപാതകങ്ങളടക്കം, TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം അടക്കം അതിൻ്റെ അന്വേഷണം വഴിമുട്ടിപ്പോയി. ഇനി ആ വഴിമുട്ടി അടുത്തുനിന്ന് ഇവരെ എന്തെങ്കിലും തരത്തിൽ തിരിച്ചു കൊണ്ടുവരുമോ എന്നറിയില്ല. കാരണം മുമ്പ് തിരുവഞ്ചൂരായിരുന്നപ്പോൾ വളരെ സമർത്ഥമായിട്ട് ആ കേസ് അന്ന് അന്വേഷിക്കാൻ തയ്യാറായിരുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ അഴിമതികളുടെ കൂത്തരങ്ങായിരുന്നു ഓരോ കാര്യങ്ങൾക്കും. ഈ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് മുതൽ ഈ പറയുന്ന തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയും, അതോടൊപ്പം 2 തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള, ഒന്ന് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം കടത്തിയത്, എക്സാലോജിക്കിൻ്റെ അഴിമതി, ഇങ്ങനെ പല തരത്തിലുള്ള അഴിമതി, കെടുകാര്യസ്ഥത, കൊലപാതകങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇവർക്ക് ഒരു അങ്കലാപ്പുള്ളത് വരാൻ പോകുന്ന കാലവർഷത്തിൽ എന്തുമാത്രം കളക്ഷൻ കിട്ടേണ്ടതാണ്.
എന്തെല്ലാം പ്രകൃതി ദുരന്തങ്ങൾ പലയിടത്തായി സംഭവിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ എന്തുമാത്രം തുകകൾ വകമാറ്റി ഇരുത്തേണ്ടതായിരുന്നു. പക്ഷേ അതെല്ലാം അത്തരം സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞുപോയി എന്നുള്ളതാണ്. അല്ല, ഈ ഇദ്ദേഹം ദുരിതത്തിന് ഒരു ആശ്വാസം എന്ന നിലയിൽ നേരിട്ട് ഇട്ടിരുന്ന ഫണ്ടെങ്കിലും കിട്ടുമെന്നാണ് ഇപ്പോൾ വിശ്വസിച്ച് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തിൻ്റെ ദുരിതത്തിനൊരു വലിയ ആശ്വാസമായി എന്ന് തന്നെയാണ് ജനങ്ങളിപ്പോൾ അടക്കം പറയുന്നത്. കാര്യം 10 വർഷമായി അവർ വീർപ്പ് മുട്ടിയിരുന്ന ഒരു ഭരണം, അതിൽ മാറ്റം വരുമ്പോൾ തന്നെ വലിയ ഒരു ഇത് വരുന്നു. മറുവശത്ത് UDF ആണ്, ഒപ്പം BJPയുടെ 3 MLA കൂടി നിയമസഭയിലേക്ക് എത്തുന്നു. ഇതൊരു ശുഭപ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. മാറ്റത്തിൻ്റെ ഒരു സമയമാണെന്ന് അവരും പറയുന്നുണ്ട്. മാറാത്തതും ഇനി മാറും എന്നുള്ളതായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് വാക്യം. അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാൻ പോവുകയാണ് കേരള സംസ്ഥാനത്ത്. പ്രത്യേകിച്ചും ഇപ്പോൾ കേരള അല്ല, കേരളം ആണ് അല്ലേ? ശരിക്കും അതിൻ്റെ മലയാളിത്വമുള്ള വിളിപ്പേര് കേരളത്തിന് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ആ വിളിപ്പേര് സംസ്ഥാനത്തിൻ്റെ മുഖശ്രീയായി തിളങ്ങി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുന്നത്. അടുത്ത ആഴ്ച ഒരുപക്ഷെ പുതിയ ഭരണസമിതി, പുതിയ ഭരണകർത്താക്കൾ സഭയുടെ അകത്തളങ്ങളിലേക്ക് എത്തിയേക്കാം. എന്തായാലും ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് മികച്ച ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ, പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് അവരെ തിരുത്താൻ കഴിയട്ടെ. ഇനി ഇവർക്ക് രണ്ടുപേർക്കും തെറ്റുപറ്റിയാൽ തിരുത്താൻ മൂന്നാം ശക്തിയായി NDAയുടെ കരുത്തുറ്റ 3 MLA നിയമസഭയ്ക്ക് ഉള്ളിലുണ്ട്. അവർക്കും മുന്നോട്ട് പോകാൻ വലിയൊരു ശക്തിയായി മാറട്ടെ. അതെ, മാൻഡ്രക്കിനും ഇനിയുള്ള ജീവിതത്തിൽ ഇപ്പോൾ കേരള മാറി കേരളം ആയതുപോലെ മാൻഡ്രക്ക് മാറി മുഖ്യമന്ത്രിയുമായി. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഇത് കേൾക്കുമ്പോൾ ഇതിനെങ്കിലും കുറച്ച് പേരെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മാൻഡ്രക്കിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ചെയ്തത് തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിന് ഏറെക്കുറെ ഉണ്ട്. ആ ബോധ്യമുണ്ടെങ്കിൽ ഒന്ന് കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോയി മനസ്സ് തുറന്നൊന്ന് ശരണം വിളിച്ച് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും. ശിഷ്ടകാലം ഇനിയൊരു ദേവപ്രശ്നം വരേണ്ടി വരില്ലേ? ഇല്ല, ശിഷ്ടകാലം വലിയ കുഴപ്പമില്ലാതെ ബാക്കിയുള്ള ദിവസം അങ്ങ് പോവും. ഇല്ലെങ്കിൽ ഇനിയും കുറച്ച് കഷ്ടപ്പെടും. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.